ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കിരീടം ചൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഞങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ 3-2 എഫ് സി ബാഴ്സലോണ പരാജയപ്പെടുത്തി കിരീടം ചൂടുമ്പോൾ 2 ഗോളുകൾ റയലിൻ്റെ വലയിലേക്ക് അടിച്ചു കയറ്റിയിട്ട് MVP പുരസ്കാരവും നേടിയ ശേഷം റാഫീഞ്ഞ പറയുകയാണ്, 2 ഗോളുകൾ. ഒന്ന്, ആദ്യ ഗോൾ വന്നത് മനോഹരമായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്തത് ഫാർ പോസ്റ്റിൽ അടിച്ച വലയിലേക്ക്. പിന്നത്തെ ഗോള് അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയിട്ട് വലയിലേക്ക് കയറിയതാണ്. ഏതായാലും ഡിസിസീവായിട്ടുള്ള പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നു, റാഫീഞ്ഞയുടെ മെൻറ്റാലിറ്റി അൺബിലീവബിളാണ്. അദ്ദേഹം ആദ്യ ചാൻസ് മിസ് ചെയ്തിരുന്നു, പക്ഷെ പിന്നീടുള്ളതൊക്കെ അദ്ദേഹം ഗോളാക്കി മാറ്റി. ഞങ്ങൾക്ക് അവനെ വേണം, അവൻ്റെ ഈ മെൻറ്റാലിറ്റി കളിക്കളത്തിൽ വേണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് റാഫീഞ്ഞയും പറഞ്ഞു. ഹൻസി ഫ്ലിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ബാഴ്സലോണ വിട്ടു പോയേനെ. അദ്ദേഹമാണ് എനിക്കിവിടെ പ്രാധാന്യം തന്നതും അതനുസരിച്ചാണ് ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കഴിഞ്ഞ സീസണിൽ എന്ത് ചെയ്തുവോ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ടീം ഇപ്പോൾ ഒരുപാട് മെച്ചോർഡുമായിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഞങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ് എന്നിപ്പോൾ റാഫീഞ്ഞ പറയുന്നുണ്ട്. റാഫീഞ്ഞ അല്ലെങ്കിലും റയൽ മാഡ്രിഡിനെതിരെ മിന്നും പ്രകടനമാണ് എപ്പോഴും നടത്താറുള്ളത്. എൽ ക്ലാസിക്കോകൾ അദ്ദേഹം 12 മത്സരങ്ങളാണ് കളിച്ചത്. അതിൽ 10 സ്റ്റാർട്ട് ചെയ്ത താരം 7 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് നേടിയത്. 10 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. റയലിനെതിരെ ഓരോ 83 മിനിറ്റിലും അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നർത്ഥം. അതുപോലെ 29 കീ പാസുകൾ, 4 ബിഗ് ചാൻസുകൾ, 37 ഷോട്ടുകൾ. റയലിനെതിരെ അദ്ദേഹം എന്നും പൊളിച്ചടുക്കിയിട്ടേ ഉള്ളൂ. ഇതാ വീണ്ടും ഒരു കിരീടത്തിലേക്ക് ബാഴ്സയെ കൊണ്ടുപോകുന്നു. കാര്യം വളരെ വ്യക്തമാണ്, എങ്ങും എവിടെയും റാഫി തന്നെ താരം.